സംസ്ഥാനത്തിന്റെ മുഴുവൻ കാവൽക്കാരനാകേണ്ട ADGP കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്തിന്റെ മുഴുവൻ കാവൽക്കാരാകേണ്ട ADGP കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുഖ്യമന്ത്രിയുടെ കാവൽക്കാരനായിട്ട് മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ ഒട്ടാകെ കാവൽക്കാരനായിട്ട് സത്യസന്ധതയോടുകൂടി സുതാര്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു ADGP, ആ ADGP കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം കൊടുത്തുവെന്നും മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നുവെന്നും കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മികവ് നമ്മൾ കാണിക്കേണ്ടത്. അത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും നല്ല ഒരു പ്രധാനമന്ത്രി, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും നല്ല ഒരു ഭരണകൂടം, നമുക്ക് ജനങ്ങളോട് പറയാം 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ. എന്നാൽ ഇന്ന് ഭരണകൂടത്തിന് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുറ്റും നിൽക്കുന്ന കാവൽക്കാരെന്ന് പറയുന്നത് അവരുടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള ഒരു MLA. ആ MLA അൻവർ പറയുന്നത് എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിരുന്നത്, ലഹരി മാഫിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അൻവറിനറിയാം. അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആ ലഹരി മാഫിയയെ പിടികൂടാനുള്ള നേതൃത്വം കൊടുക്കാനുള്ള ചമ്പൂറ്റം അൻവറിനില്ലാത്തത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായിട്ടുള്ള കാര്യകർത്താക്കന്മാർ ചിന്തിക്കണം. എന്താ കാരണം? കേരളം എന്ന് പറയുന്നത് ഇന്ന് പണ്ട് കാശ്മീരായിരുന്നു. ഭീകരവാദ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ മുഖമുള്ള സംസ്ഥാനം. ആ സംസ്ഥാനം എന്നാണ് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീർ ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. അന്നു മുതൽ കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അതിന് അവസാനം കുറിക്കാൻ, ആ അവസാനത്തിലേക്കുള്ള പദചലനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചുവോ? മറ്റൊരു കേന്ദ്രമായിട്ട് കേരളത്തെ ഭീകരവാദികൾ കാണുകയാണ്. ജില്ലയിൽ നിരവധി പേർ BJPയിൽ അംഗത്വമെടുത്തതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചെറുതുരുത്തിയിൽ മുൻ കലാമണ്ഡലം പ്രിൻസിപ്പാളും കഥകളി ആചാര്യനുമായ കലാമണ്ഡലം രാജശേഖരൻ, ചാക്യാർകൂത്ത് കലാകാരനായ കലാമണ്ഡലം ഈശ്വരനുണ്ണി, കഥകളി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം പ്രസന്ന, കലാമണ്ഡലം ഗോപിക്കുട്ടൻ എന്നിവർ BJP അംഗത്വം സ്വീകരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.